എല്ലാ കുടുംബാംഗങ്ങളും വന്നാട്ടെ, എൻ്റെ എല്ലാ ചക്കര മക്കളും വന്നാട്ടെ. ഇന്ന് ഞാൻ അറിവ് എൻ്റെ മക്കൾക്കായി പറഞ്ഞു തരുന്നത് മരിച്ചിനി കൃഷി അല്ലെങ്കിൽ കപ്പ കൃഷി എന്ന് പറയും. അതിനെക്കുറിച്ചുള്ള അറിവുകളാണ് ഞാൻ ഈ ലൈവിൽ പറയുന്നത്. ഷാൾ ഇട്ടുകൊണ്ട് അമ്മച്ചിയെ കാണാൻ പറ്റുന്നില്ല. അതാരടാ? വടകരയിലെ സോമൻ. എടാ സോമൻ, എടാ നാറി, ആരാടാ നിന്റെ അമ്മച്ചി? എന്നെ പോലെ കാണാൻ സൗന്ദര്യമുള്ള ആളെ അമ്മച്ചി എന്ന് നിനക്ക് എന്താണ് കാണാൻ പറ്റാത്തത്? എനിക്ക് മനസ്സിലായി. സോമൻ, വടകരയിലെ സോമൻ. അവനെ എടുത്ത് കളഞ്ഞേ സോമനെ. നല്ല കിടുക്കാച്ചി കിഴങ്ങ് കച്ചവടക്കാരുടെ നമ്പർ തരുമോ? ആരുടെ അത്? ടോ സുരി. ഇവ പടക്കമാണ്. ടോ മരമണ്ട നാറി. നിന്റെ കിഴങ്ങ് വെക്കണമെങ്കിൽ നീ തന്നെ പോയി തിരക്കാം. മേലാൽ ഇത്തരം കമന്റ് എന്റെ വീഡിയോക്ക് മുമ്പ് ഇടല്ലേ കേട്ടാ. നാറി. അവന്റെ കിഴങ്ങ് നമ്പരാണോ അവന്റെ നമ്പര്. ദേവി, ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണേ. കിഴങ്ങ് കൃഷിയുടെ കാര്യം പറയുമ്പോൾ ആരടി അത്? മോളെ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അടുത്തവൻ വന്നിരിക്കുന്നു. കയറി തൂങ്ങിക്കിടന്ന് കിഴങ്ങ് നടാമോ? ആരടാ അവൻ? എൻ്റെ പൊന്നു മോനെ, പലതരം കഴപ്പ് കണ്ടിട്ടുണ്ട്. ഇതെന്ത് കഴപ്പാടാ കുട്ടാ? ഒരു കാര്യം ചെയ്, നീ കയറി തൂങ്ങിക്കിടന്ന് കിഴങ്ങ് നടണ്ട, അതിൻ്റെ വിത്തിട്ടാലും മതി. വേണ്ട. അടുത്തവന്റെ കമന്റ്, അവന്റെ പേരെന്താ? കളിവീട് ബാബു. എൻ്റെ പുരയിടത്തിലെ കിഴങ്ങ് 8 കിലോ ഉണ്ട്, അമ്മച്ചിക്ക് വേണോ? എടാ പട്ടി, എടാ നാറി. നിന്റെയൊക്കെ പറക്കില്ലടാ എൻ്റെ അമ്മച്ചി ഒന്ന് വിളിക്കില്ലെന്ന്. നാറി. ഒരു കാര്യം ചെയ്യും, നിന്റെ കിഴങ്ങ് 8 കിലോ ഉണ്ടെങ്കിൽ അതിന് 4 കിലോ എടുത്ത് നീ ചുട്ടു നിന്നോ. മേലാല് പട്ടി, എൻ്റെ വീഡിയോക്ക് മുന്നിൽ ഇത്ര കമന്റ് ഉണ്ടോ? നാറി നിന്ന് അടിച്ചു പോടാ, നീ പുറത്തേക്ക് അവിടെ നാറി. ദേവി, കിഴങ്ങ് കൃഷി ലാഭത്തിലാക്കാൻ അമ്പലത്തിൽ വെടിവഴിപാട് നടത്താമോ? നടത്താം മോനെ. വയ്ക്കുന്ന വെടി മുകളിലോട്ട് പോകരുത്, താഴെ ഇരുന്ന് പൊട്ടുന്നതായിരിക്കണം. മുകളിലോട്ട് പോയാൽ അത് കിഴങ്ങിനെ ബാധിക്കും. നിനക്ക് ഈ അറിവ് നിനക്ക് ഇവിടെ നിന്നേ കിട്ടുള്ളൂ. അവന് കിഴങ്ങ് കൃഷിക്ക് അമ്പലത്തിൽ വെടിവഴിപാട് നടത്തണം. ആരുടെ ഈ നാറികളൊക്കെ എൻ്റെ വീഡിയോക്ക് താഴത്തുണ്ടെങ്കിൽ ഇവനൊക്കെ വന്നിട്ട് ഇങ്ങനെ കമന്റുകൾ ഇട്ടുള്ളതാണ് ഈ നാറികള്. വേണ്ട. അടുത്തവൻ വന്ന്, ദേവി, എൻ്റെ കുട്ടേട്ടൻ ഇന്നും വിളിച്ചിട്ട് എണിക്കുന്നില്ല. എന്നും രാവിലെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇവൻ വരും. ഇവൻ വന്നിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുട്ടേട്ടൻ എണിക്കണില്ലെന്ന്. നീ ഒരു കാര്യം ചെയ്യും, ഇന്നും കുട്ടേട്ടൻ ഉറക്കമായിരിക്കും. നീ അടുപ്പിൽ നിന്ന് കുറച്ച് തീക്കണലെടുത്ത് കുട്ടേട്ടൻ്റെ ദേഹത്തിട്ട് നോക്ക്. അപ്പം ചിലപ്പോൾ കുട്ടേട്ടൻ എണീക്കും, അവൻ്റെ കുട്ടേട്ടൻ. അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ കുടുംബാവകളും വന്നു. ഇനി അടുത്ത ലൈവിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.